കൊല്ലൻ സുധിയുമായി വർഷങ്ങളോളം സഹോദരം പുലർത്തിയിരുന്ന രണ്ടുപേരാണ് മിമിക്രി കലാകാരനും നടനുമായ ബിനു അടിമാലിയും ആർട്ടിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സൂര്യ ഏഷ്യാനും. മരണത്തിലേക്ക് സുധി പോയ അവസാന കാർ യാത്രയും ബിനുവും ഒപ്പമുണ്ടായിരുന്നു. അന്ന് ചില പരിക്കുകൾ ബിനുവിനും സംഭവിച്ചിരുന്നു. മിമിക്രി റിയാലിറ്റി ഷോയിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്ന കാലത്ത് സുധിയുമായി സൂര്യയ്ക്ക് സൗഹൃദം ഉടലെടുത്തത്. സൂര്യ പിന്നീട് മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറി. സുധീറിന്റെ മരണശേഷം കുടുംബത്തിന്റെ ചുമതല രേണുവിനാണ്. അഭിനയത്തിലൂടെയാണ് രേണു വരുമാനം കണ്ടെത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് പുറത്തു വന്നതിന് ശേഷം കേരളത്തിനകത്തും വിദേശത്തുമായെല്ലാം പ്രൊമോഷനും ഉദ്ഘാടനവുമായ തിരക്കിലാണ് രേണു. ഒരു വിവാഹം പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിവാഹം ആളുകൾ എതിർക്കും. ഭർത്താവ് മരിച്ച സ്ത്രീ പ്രണയരംഗങ്ങൾ അഭിനയിക്കുന്നു, മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും രേണുവിനെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും. ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോയപ്പോഴും രേണുവിന് എതിരെയുള്ള സൈബർ ആക്രമണം കുറഞ്ഞിരുന്നു. പുറത്തു വന്ന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ ഹേറ്റ്സും കൂടി തിരിച്ചു വന്നു. ഇപ്പോഴിതാ രേണുവിന് കിട്ടുന്ന ഫെയിമിലും അവർക്കുണ്ടായ വളർച്ചയിലും സന്തോഷമേ ഉള്ളെന്ന് പറയുകയാണ് ബിനു അടിമാലിയും സൂര്യയും. രേണുവും ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് എല്ലാവർക്കും മനസ്സിലാകണമെന്ന് ഇരുവരും പറഞ്ഞു. ബിനുവിന് സുധിയും സഹോദരതുല്യനായിരുന്നു. രേണുവിൻ്റെ വളർച്ചയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എൻ്റെ സുധിയുടെ മക്കളെ പോറ്റാണല്ലോ അങ്ങനെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിന് സന്തോഷമേ ഉള്ളൂ. പിന്നെ അവരെ വലിച്ചു കീറുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അവരൊരു സ്ത്രീയല്ലേ, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്. നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ. അവൾ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു. പറയുന്ന ആൾക്കാർക്ക് എന്താണ് പറയാൻ പറ്റാത്തത് എന്നും ബിനു പറഞ്ഞു. രേണു ചേച്ചിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഒരു മിമിക്രി ജേർണലിൽ ഞാൻ 26 വർഷമായി മിമിക്രിയിൽ നിൽക്കുന്ന ആളാണ്. എൻ്റെ മിമിക്രി ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സുധിച്ചേട്ടൻ. അങ്ങനെയൊരു ബന്ധമാണ് സുധിച്ചേട്ടനും ഞങ്ങളുമായി ഉള്ളത്. മാത്രമല്ല സുധിച്ചേട്ടൻ്റെ ലൈഫിലെ ഓരോ ഏറ്റക്കുറച്ചിലും കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. മാത്രമല്ല സുധിച്ചേട്ടൻ്റെ വളർച്ചയുടെ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ആൾ കൂടിയാണ് രേണു ചേച്ചി. എനിക്ക് രേണുവിനെ പേഴ്സണലായി അറിയാം. ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺടാക്റ്റ് ഇല്ല. രണ്ടുപേരുടെ കയ്യിലും ഫോൺ നമ്പരില്ല. രേണു ചേച്ചി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കലാരംഗത്ത് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് അവരെ പണ്ട് മുതലേ അറിയാം.